Good afternoon, all of you, and welcome to the world of statistics. Today we are discussing questions from vital statistics. We already posted the theoretical concepts of vital statistics. അപ്പോൾ അതിൽ നമുക്ക് മിസ്സായിട്ടുള്ള തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ച തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സും പിന്നെ നമ്മുടെ ഓൾറെഡി തിയറിയിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. So skip ചെയ്യേണ്ട ലാസ്റ്റ് വരെ കാണാം. So moving on to the first question. Registration of vital statistics is organized at the apex by. Registration of vital statistics organize ചെയ്തിരിക്കുന്ന ബോഡി ഏതാണ്? ഡയറക്ടർ ജനറൽ, രജിസ്ട്രാർ ജനറൽ, സെൻസസ് കമ്മീഷണർ, ഓൾ ദ എബോവ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതില് ആൻസർ വരുന്നത് രജിസ്ട്രാർ ജനറൽ ആണ്. അപ്പൊ 1-2 അഡീഷണൽ കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അല്ലല്ലോ പോവാം. അതിന്റെ കൂടത്തെ എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഓരോന്നും പറയാം. അപ്പോ രജിസ്ട്രാർ ജനറൽ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഇനി ദിസ് രജിസ്ട്രാർ ജനറൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റവും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും ഓർഗനൈസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി രജിസ്ട്രാർ ജനറലിനാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റവും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും ഇന്ത്യയിൽ. ഇനി ദ ഓഫീസ് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഓഫീസ് ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഹെഡ്സ് സെൻസസ് ഓപ്പറേഷനും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നിന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാമ്പിളിംഗ് രജിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് ബർഡ്സ് ആൻഡ് ഡേർട്സ് കെയിം ഇൻ ടു ഓപ്പറേഷൻ ഇൻ റൂറൽ ഏരിയാസ് ഇൻ ദ ഇയർ. ശരിക്കും ഇതിന്റെ ആൻസർ 1969 എന്നും പറയാറുണ്ട്, 1965 ആണെന്നും പറയാറുണ്ട്. അപ്പോ 1969 ആണ് ഇവിടെ വരിക. അതായത് സാമ്പിളിംഗ് രജിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് ബർഡ്സ് ആൻഡ് ഡെറ്റ്സ് കെയിം ഇൻ ടു ഓപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ദ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് ബർഡ്സ് ആൻഡ് ഡേർട്സ് ഇൻ ഇന്ത്യ വാസ് ഇനിഷ്യേറ്റഡ് ഓൺ എ പൈലറ്റ് ബേസിസ്. ഒരു പൈലറ്റ് ബേസിസിൽ ആക്ച്വലി ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 1964-65 കാലഘട്ടത്തിലാണ്. 1964-65. പക്ഷേ കെയിം ഇൻ ടു ഓപ്പറേഷൻ 1969 ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോ ഇനീഷ്യൽ സ്റ്റേജ് കൊണ്ടുവന്നത് 1964-65 ആണ്. അത് ഓപ്പറേഷൻ കെയിം ഇൻ ടു ഓപ്പറേഷൻ ആയത് 1969 ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി. തേർഡ് ക്വസ്റ്റ്യൻ. The sampling registration system fails to record. Sampling registration system fails to record. Age and sex composition ആണോ, birth rates ആണോ, death rates ആണോ, all the above ആണോ? Sampling registration system fails to record age and sex composition ആണ്. ആ composition ആണ് fails to record. നമുക്കറിയാം സാമ്പിളിംഗ് രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സിലബസിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ രജിസ്ട്രേഷൻ സിസ്റ്റവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. ശരിക്കും വൈറ്റൽ ഇവന്റുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന വഴികളാണ് ഈ രജിസ്ട്രേഷൻ സിസ്റ്റം ഒക്കെ. അപ്പൊ അതിനകത്ത് ഏജ് സെക്സ് കോമ്പോസിഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. നോർമലി എ ലൈഫ് ടേബിൾ ആർ കൺസ്ട്രക്റ്റഡ് ഫോർ ആൻ ഏജ് ഇന്റർവെൽ ഓഫ്. സാധാരണ ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏജ് ഇന്റർവെൽ എന്താണ്? ഒരു നോർമൽ ലൈഫ് ടേബിളിന്റെ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ലൈഫ് ടേബിൾസ് ഉണ്ടല്ലോ. സാധാരണ ലൈഫ് ടേബിൾ ഉണ്ട്, എബ്രിജ്ഡ് ലൈഫ് ടേബിൾ ഉണ്ട്, അങ്ങനെ കുറെ ലൈഫ് ടേബിൾസ് ഉണ്ട്. അതില് നോർമൽ ലൈഫ് ടേബിൾ, അതായത് സാധാരണ ലൈഫ് ടേബിളിന്റെ ഏജ് ഇന്റർവെൽ എന്ന് പറയുന്നത് 1 ഇയർ ഓഫ് ഏജ് ഇന്റർവെൽ ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ, 1 ഇയർ. ഈ 5 ഇയർ എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞില്ലേ, എബ്രിജ്ഡ് ലൈഫ് ടേബിളിന്റെ ഏജ് ഇന്റർവെൽ ആണ് 5 ഇയർ വരുന്നത്. അപ്പൊ എബ്രിജ്ഡ് ലൈഫ് ടേബിളിന്റെ ടൈം ഇന്റർവെൽ, ഐ മീൻ ഏജ് ഇന്റർവെൽ 5 ഇയേഴ്സ് ആണ്. നമ്മുടെ സാധാരണ നോർമൽ ലൈഫ് ടേബിളിന്റെ ഏജ് ഇന്റർവെൽ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ലൈഫ് ടേബിളിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഏജ് ഇന്റർവെൽ എന്താന്നുള്ളത്. സാധാരണ ലൈഫ് ടേബിളിന്റെ ഏജ് ഇന്റർവെൽ 1 ഇയറും എബ്രിജ്ഡ് ലൈഫ് ടേബിളിന്റെ ഏജ് ഇന്റർവെൽ 5 ഇയറുമാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ. What is the infant mortality rate IMR measures?
ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ് മെഷർ ചെയ്യുന്നത്? അത് നമ്മൾ ആ വീഡിയോയിൽ വളരെ എന്താ പറയാ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫന്റ്സ് അണ്ടർ 1 year ഓഫ് ഏജ് പെർ 1000 ലൈവ് ബേർഡ്സ്. 1000 ലൈവ് ബേർഡ്സിൽ 1 ഇയറിന്റെ അണ്ടറിൽ വരുന്ന നമ്പർ ഓഫ് ഡെത്തുകളാണ് ലൈവ് ഡെത്തുകൾ. നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫന്റ് ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഡൈയിങ് ബിഫോർ ദ ഏജ് ഓഫ് 1 ഇയർ ആണ് ഉദ്ദേശിക്കുന്നത് പെർ 1000 ലൈവ് ബേർഡ്സ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ പോപ്പുലേഷൻ. പിന്നെ ഓപ്ഷൻ സി ദ നമ്പർ ഓഫ് വിമൻ ഹു ഡൈ ഡ്യൂറിംഗ് ചൈൽഡ് ബർത്ത്. ദ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് പെർ ഇയർ. എന്തായാലും നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് വരില്ല, ബിക്കോസ് അത് ഫെർട്ടിലിറ്റി റേറ്റിലേക്കാണ് പോവുക. ബർത്തുകളുടെ കണക്കുകളും റേറ്റുകളും ഒക്കെ ഫെർട്ടിലിറ്റി റേറ്റിലേക്കാണ് പോവുക. നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് ആണ്. സോ അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം. ഇനി നമ്പർ ഓഫ് വിമൻ ഹു ഡൈ ഡ്യൂറിംഗ് ചൈൽഡ് ബർത്ത്. ലോജിക്കലി ചിന്തിച്ച ഓപ്ഷൻ സി എന്തായാലും വരില്ല, ബിക്കോസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് അവർ തന്നെ അതിൽ പറയുന്നുണ്ട്. ഇനി ഓപ്ഷൻ ബി ആണോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ. അത് ഒരിക്കലും എന്തായാലും വരില്ല, ബിക്കോസ് ഇൻഫന്റ് എന്നുള്ള ഒരു ടേം അതിലുണ്ട്. അത് ആകെ വരുന്നത് ഓപ്ഷൻ എയിലാണ്. ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഡൈയിങ് ബിഫോർ ദ ഏജ് ഓഫ് 1 ഇയർ. ആ ഒരു 0 to 1 ഇയറിന്റെ ഉള്ളിൽ മരിക്കണം അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്ന ഇൻഫന്റുകളുടെ ആവറേജ് നമ്പർ ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. For fifth question answer option A. Next question, what is a cohort and vital statistic? Vital statistic il cohort ennu parnal endana? Oru cohort ennu parayunnathu actually group of individuals who are born in the same period. Ore period il born cheyna oru group of individuals and are observed over time to study mortality. എന്നിട്ട് മോർട്ടാലിറ്റി ആണെങ്കിലും ഫെർട്ടിലിറ്റി ആണെങ്കിലും ഇപ്പൊ കൊഹോർട്ട് എന്ന് പറയുന്നത് മോർട്ടാലിറ്റിയുടെ മാത്രം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ മാത്രം കൺസെപ്റ്റ് അല്ല, അത് ഫെർട്ടിലിറ്റിക്കും മോർട്ടാലിറ്റിക്കും ഒക്കെ വരുന്നതാണ്. സോ അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2000 ബർത്ത് കൊഹോർട്ട് ഇൻക്ലൂഡ്സ് ഓൾ ഇൻഡിവിജ്വൽസ് ബോൺ ഇൻ ദ ഇയർ 2000. അതായത് 2000 ബർത്ത് കൊഹോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2000 കൊഹോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2000 എന്ന് പറയുന്ന വർഷം ബോൺ ചെയ്ത എല്ലാ ഇൻഡിവിജ്വൽസും അതിൽ വരും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് കൊഹോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോർട്ടാലിറ്റി പറയുവാണെങ്കിലും അങ്ങനെ തന്നെ വരും. ഓക്കെ, അപ്പോ കൊഹോർട്ട് എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ആർ ബോൺ ഇൻ ദ സെയിം പീരീഡ് ഓർ ആർ ഒബ്സർവ്ഡ് ഓവർ ടൈം ടു സ്റ്റഡി മോർട്ടാലിറ്റി. ഒരു സെയിം പീരീഡില് അത് വരുന്നത് ഏത് ഓപ്ഷനാന്ന് നോക്കിയാൽ മതി. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ് ദ സെയിം വൈറ്റൽ ഇവന്റ്. ഓപ്ഷൻ എ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബിയോ a group of people born at the same time and experiencing the same mortality conditions. ശരിയാണ്. ആ മോർട്ടാലിറ്റി കണ്ടീഷൻ മാറ്റി ഫെർട്ടിലിറ്റി കണ്ടീഷൻ എന്ന് വന്നാലും ഓപ്ഷൻ ബി ശരിയാവും. മോർട്ടാലിറ്റി ആണെങ്കിലും ഫെർട്ടിലിറ്റി ആണെങ്കിലും ഒരേ സെയിം ടൈമിൽ ബോൺ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസ് സംതിങ് ദർ, ഐദർ മോർട്ടാലിറ്റി ഓർ ഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ എയും നമുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അവിടെയും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ് ദ സെയിം വൈറ്റൽ ഇവന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സെയിം ടൈമിൽ ബോൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി. അപ്പൊ കൊഹോർട്ടിന്റെ ആൻസർ ഓപ്ഷൻ ബി. ഈ കൊഹോർട്ടിന്റെ ക്വസ്റ്റ്യൻ പല തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ കൊഹോർട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വേറൊരു തരത്തിലായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കൊഹോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വൃത്തിയായിട്ട് നോക്കി വെച്ചോ, പല തരത്തിൽ ഓപ്ഷൻസിൽ ചോദിക്കാറുണ്ട്. Next question. A population have constant size and composition is called. Constant size ഉം composition ഉം ഉള്ള population വിളിക്കുന്ന പേരെന്താണ്? ഇതിന്റെ ആൻസർ ആക്ച്വലി സ്റ്റേഷനറി പോപ്പുലേഷൻ ആണ്. ഓപ്ഷൻ ബി സ്റ്റേഷനറി പോപ്പുലേഷൻ ആണ്. അതിന് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് സ്റ്റേബിൾ പോപ്പുലേഷൻ ആണോ സ്റ്റേഷനറി പോപ്പുലേഷൻ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ വരുള്ളൂ. ബിക്കോസ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റും ഒന്നും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റാൻഡേർഡ് ടേംസ് അല്ല. അപ്പൊ സിയും ഡിയും ഒക്കെ നമുക്ക് കണ്ണു അടച്ച് ഒഴിവാക്കാൻ പറ്റും. സ്റ്റേബിൾ പോപ്പുലേഷൻ ആണോ സ്റ്റേഷനറി പോപ്പുലേഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ആൻസർ സ്റ്റേഷനറി പോപ്പുലേഷൻ ആണ്. Then what is stationary population and what is stable population? സ്റ്റേഷനറി പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് നല്ല പോലെ നോക്കി വെച്ചോ, മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തിയറിയിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. സ്റ്റേഷനറി പോപ്പുലേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്റ്റേഷനറി പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, size of the population remains constant over time. Size constant over time. ഓരോ ടൈമിലും പോപ്പുലേഷന്റെ സൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഇസ് കോൺസ്റ്റന്റ് ഓവർ ടൈം. രണ്ട്, ഏജ് കോമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഏജ് കോമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഏജ് കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബേർഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത്സ്. നമ്പർ ഓഫ് ഡെത്തും നമ്പർ ഓഫ് ബേർഡ്സും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഡെത്തും നമ്പർ ഓഫ് ബേർത്തും സെയിം ആയിരിക്കും. അതാണ് ഏജ് കോമ്പോസിഷനിൽ വേരിയേഷൻ വരുന്നില്ല എന്ന് പറയുന്നത്. അതേപോലെ നോ മൈഗ്രേഷൻ, മൈഗ്രേഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന പോപ്പുലേഷനെയാണ് സ്റ്റേഷനറി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട്. എന്താ? ഏജ് സ്ട്രക്ചർ ബിക്കം കോൺസ്റ്റന്റ് ഓവർ ടൈം. ഏജ് സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഏജ് സ്ട്രക്ചർ കോൺസ്റ്റന്റ് ഓവർ ടൈം. ഏജ് സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി പോപ്പുലേഷൻ സൈസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഷനറിയിൽ കോൺസ്റ്റന്റ് ആണ്, ബിക്കോസ് നമ്പർ ഓഫ് ബേർഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത് ആണ്. പക്ഷേ സ്റ്റേബിൾ പോപ്പുലേഷനിൽ പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത് മേ ബി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, മറ്റേ കോൺസ്റ്റന്റ് റേറ്റ്, ഒരു കോൺസ്റ്റന്റ് റേറ്റില്. പിന്നെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഈക്വൽ ആവണമെന്നില്ല. കോൺസ്റ്റന്റ് റേറ്റ് ആയിരിക്കും, പക്ഷെ ഈക്വൽ ആവണമെന്നില്ല. ഇതാണ് സ്റ്റേബിൾ പോപ്പുലേഷൻ. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വയ്ക്കാം. സ്റ്റേഷനറി പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ സ്റ്റേബിളിൽ കോൺസ്റ്റന്റ് ആവണമെന്നില്ല. മേ ബി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ബർത്തും നമ്പർ ഓഫ് ഡെത്തും ഒക്കെ സെയിം ആയിരിക്കും സ്റ്റേഷനറിയിൽ, സ്റ്റേബിൾ അതില്ല. ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക അതിനകത്ത്. ഓക്കെ. അപ്പൊ അതാണ്. പിന്നെ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും എന്ന് പറയുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റാൻഡേർഡ് ടേംസ് അല്ല. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി the probability of dying of a person of age between x and x+1 years is known as. ഒരു പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് ഓഫ് എ പേഴ്സൺ, ഒരു പേഴ്സന്റെ ഡൈയിങ്ങിന്റെ പ്രോബബിലിറ്റി ഓഫ് ഏജ് ബിറ്റ്വീൻ, ആളുടെ ഏജ് എങ്ങനെയായിരിക്കണം? ഒരു എക്സിനും x+1 ഇടയ്ക്കാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻസ് നോക്കാണ്ട് കോൺസെപ്റ്റ് ക്ലിയറിംഗ് ആണ് വേണ്ടത്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്താലേ ഇങ്ങനെ സെന്റൻസ് വൈസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇൻഫന്റിന്റെ മോർട്ടാലിറ്റി ആണ്. അപ്പൊ അതെന്തായാലും വരില്ല. ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് റീജിയണിലെ ഡെത്ത് റേറ്റ് ആണ്. അതും ഒരു പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് ഓഫ് എ പേഴ്സൺ x to x+1 ഇയേഴ്സ് എന്ന് വരില്ല. പിന്നെ അവിടെ എന്താണ് വരിക? സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ്. സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് ആൻസർ. ദ പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് ബിറ്റ്വീൻ ഏജ് x to x+1 years is known as central mortality rate. Okay. അപ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം അതിന്റെ കൂടെ ഇതും കൂടെ വർക്ക്ഔട്ട് ചെയ്യാം. അതായത് തിയററ്റിക്കൽ കോൺസെപ്റ്റ്സിന്റെ കൂടെ ഇതും കൂടെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓപ്ഷൻസ് മാത്രം ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി, തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി, fifth question option A, sixth question option B, seventh question option B, eighth question option C. So total 8 questions. So ഇത്രയും വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം, കമന്റ് ബോക്സിലോ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.